കൊല്ലം കൊട്ടാരക്കരയിൽ ഇന്നലെ അർദ്ധരാത്രി ഒരു സംഭവം നടന്നിരുന്നു. യുവാവിനെ യൂത്ത് കോൺഗ്രസ് നേതാവ് തല്ലിച്ചതച്ചു. എന്തിന് എന്ന് വെച്ചാൽ ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശിവകുമാറിനെ സംശയാസ്പദമായ സാഹചര്യത്തിൽ യുവാവിൻ്റെ വീട്ടിൽ അർദ്ധരാത്രി കണ്ടെത്തി. അത് ചോദ്യം ചെയ്തതിനാണ് ഈ തല്ലിച്ചതയ്ക്കൽ. കൊട്ടാരക്കര പോലീസ് യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ശിവകുമാറിനെതിരെയാണ് കേസ്. എന്തായാലും ഈ യുവാവിൻ്റെ കൈ ശിവകുമാർ തല്ലി ഒടിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. മനോജ് കൂടുതൽ വിവരങ്ങൾ നൽകും. മനോജ്, എന്താണ് സംഭവിച്ചത്? രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. അതായത് ഈ യുവാവ് ജോലി കഴിഞ്ഞ് തിരികെ തന്റെ വീട്ടിലേക്ക് രാത്രി എത്തിയപ്പോൾ വീടിനുള്ളിൽ നിന്നും സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള ശിവകുമാറിനെ കാണുകയായിരുന്നു. ഈ കതക് അടഞ്ഞു കിടന്ന നിലയിലായിരുന്നു. എന്നാൽ ശിവകുമാറിനെ കണ്ടതോടുകൂടി തന്നെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ പേരിലുള്ള ഈ വീട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട OTP വാങ്ങാനെത്തിയതായിരുന്നു എന്നാണ് ഈ യുവാവിനോട് നൽകിയ വിശദീകരണം. എന്നാൽ യുവാവിന് അത് കൃത്യമായി എന്താണ് കാരണമെന്ന് അറിയണം എന്നുള്ള കാര്യം പിന്നീട് അത് തർക്കത്തിലേക്ക് പോയി. ഈ സമയത്താണ് യുവാവിനെ ചവിട്ടി താഴിട്ട ശേഷം അടുത്തുണ്ടായിരുന്ന മരത്തടിയെടുത്ത് ഈ യുവാവിന്റെ കൈ തല്ലിയൊടിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. കൈ തല്ലിയൊടിച്ച ശേഷം ഈ നേതാവ് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടതായാണ് പരാതി. ഈ യുവാവ് പിന്നീട് ആശുപത്രിയിൽ ചികിത്സ തേടി. കൈക്ക് പൊട്ടലുണ്ട്. തുടർന്ന് കൊട്ടാരക്കര പോലീസിൽ പരാതി നൽകുകയും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ശിവകുമാറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ് ശിവകുമാർ. ഇത്തരത്തിൽ നിരവധി വീടുകളിൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ പേരിൽ വീട് വെച്ച് നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് പലരെയും സ്വാധീനിക്കുന്നതായാണ് പരാതി ഉയരുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൊട്ടാരക്കര പോലീസ് ഇയാൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഈ ശിവകുമാറിനെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഉയരുന്ന ആവശ്യം. അതേസമയം തന്നെ ഈ യുവാവിന്റെ അവസ്ഥ വളരെ ഗുരുതരമായിരുന്നു. കാരണം ഒരു കൈ പൊട്ടലുണ്ട്, അതോടൊപ്പം തന്നെ നടുവിനടക്കം പരിക്കുണ്ട്. ചവിട്ടി താഴിട്ട ശേഷം ആണ് കൈ തല്ലി ഒടിച്ചിരിക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ നാണക്കേടുണ്ടായിരിക്കുകയാണ്. അതായത് ഒരു സംസ്ഥാന നേതാവിനെ തന്നെ രാത്രിയിൽ മറ്റൊരു വീട്ടിൽ നിന്നും ഭർത്താവ് പിടികൂടുന്നു. അവിടെ നിന്നും ഇങ്ങനെ ഒരു സംഘർഷം ഉണ്ടാകുന്നു. ഓടി രക്ഷപ്പെടുവാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്നവരെ ആക്രമിക്കുന്നു. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധി തന്നെയാണ് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിനും നേരിടേണ്ടി വരുന്നത്. ശരി മനോജ്.